ചെട്ടിക്കുളങ്ങര അമ്മയ്ക്ക് 9ാമതും കുത്തിയോട്ട സമർപ്പണവുമായി അമേരിക്കൻ വ്യവസായി കരുവാറ്റ പാലാഴിയിൽ സുരേഷ് കുമാറും രമണി കുമാറും. ചെട്ടിക്കുളങ്ങര അമ്മയുടെ കരുണാകടാക്ഷങ്ങൾ നാടിനാകെ ഐശ്വര്യം ചൊരിയണമേ എന്ന പ്രാർത്ഥനയോടെയാണ് കുത്തിയോട്ട സമർപ്പണം. പ്രശസ്ത കുത്തിയോട്ട പാട്ടുകാരൻ വി വിജയരാഘവ കുറുപ്പാണ് പാലാഴിയിലെ കുത്തിയോട്ട ആചാര്യൻ. ഓണാട്ടുകരയുടെ അമ്മത്തമ്പുരാട്ടിയായ ചെട്ടിക്കുളങ്ങരയമ്മയ്ക്ക് മുന്നിൽ വീണ്ടും ആത്മസമർപ്പണവുമായി അമേരിക്കൻ വ്യവസായിയും അമ്മയുടെ തികഞ്ഞ ഭക്തനുമായ കരുവറ്റ പാലാഴിയിൽ സുരേഷ് കുമാറും ഭാര്യ രമണി കുമാറും കുത്തിയോട്ട വഴിപാട് സമർപ്പണത്തിന് എത്തുമ്പോൾ നാടിനാകെ ഈ കുത്തിയോട്ട വഴിപാട് ഒരു ഉത്സവ പ്രതീതിയാണ് സമ്മാനിക്കുന്നത്. ക്ഷേത്ര സമാനമായി ഒരുക്കിയ മണ്ഡപത്തിലാണ് ഇവിടെ ദേവിയെ ആവാഹിച്ച് വാളുവെച്ച് പൂജ നടത്തുന്നത്. ശിവരാത്രി മുതൽ ഓരോ ദിവസവും മണ്ഡപത്തിൽ സന്ധ്യാദീപം തെളിയുമ്പോൾ നാമജപവും കുരവയുമായി നാടാകെ പാലാഴിയിൽ അണിനിരക്കുകയാണ്. ഇതിലൂടെ നാടിനാകെ ചെട്ടിക്കുളങ്ങരയമ്മയുടെ അനുഗ്രഹമാണ് ഈ കുടുംബവും ആഗ്രഹിക്കുന്നത്. ദേവിയുടെ അനുഗ്രഹത്താൽ ഇത് ഞങ്ങളുടെ 9ാമത്തെ കുത്തിയോട്ടമാണ്. അമ്മയിലുള്ള അതീവ വിശ്വാസം കൊണ്ടാണ് പിന്നെയും ഞങ്ങൾക്ക് ഈ ഒരു വഴിപാട് നടത്താൻ തോന്നുന്നത്. അമ്മ ഇനി ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ ഗ്രഹനാഥൻ്റെ ഒരു വഴിപാടായിരുന്നു അത്. അപ്പം ഒരു പ്രാവശ്യം നടത്തിയപ്പം നമുക്ക് വീണ്ടും നടത്തണമെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ 9ാമത്തെ കുത്തിയോട്ടത്തിൽ വന്ന് നിൽക്കുകയാണ്. വിജയരാഘവ സാറാണ്. അദ്ദേഹം ഇതിൻ്റെ കുത്തിയോട്ടത്തിൻ്റെ കുലപതിയായിട്ട് കണക്കാക്കുന്നതാണ്. അദ്ദേഹമാണ് ഞങ്ങളുടെ 4 കുത്തിയോട്ടം നടത്തിയത്. വിജയരാഘവ സാർ വീട്ടിൽ നിന്നും എത്തിക്കുന്ന അഷ്ടമംഗല്യ വിളക്കിൽ നിന്നും കുത്തിയോട്ട ആചാര്യനും കുടുംബവും അടുത്ത ബന്ധുക്കളും ചേർന്ന സന്ധ്യാദീപത്തിലേക്ക് അഗ്നി പകരുന്നതോടെ ഓരോ ദിവസത്തെയും കുത്തിയോട്ട ചടങ്ങുകൾ ആരംഭിക്കും. ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ ചൂരൽ മുറിയുന്ന കുട്ടികൾക്കും കുടുംബത്തിനും കുത്തിയോട്ട കലാകാരന്മാർക്കും പ്രസാദ വിതരണമാണ് നടക്കുന്നത്. അത് കഴിഞ്ഞാൽ കുത്തിയോട്ട ചുവടുകളായി ഗണപതി സ്തുതിയോടെയാണ് ആരംഭം. ആദ്യം കുട്ടികൾക്ക് ചുവട് പരിശീലനം, പിന്നീട് മുതിർന്ന കലാകാരന്മാരുടെ ചുവടുവയ്പ്. ഒമ്പത് തവണ കുത്തിയോട്ട വഴിപാട് നടത്തിയിട്ടുള്ള കുടുംബം ഇത് 4ാം തവണയാണ് പ്രശസ്ത കുത്തിയോട്ട പാട്ടുകാരനായ വി വിജയരാഘവ കുറുപ്പിനെ കുത്തിയോട്ട ആചാര്യനായി തെരഞ്ഞെടുക്കുന്നത്. കുത്തിയോട്ട സമർപ്പണത്തിൽ 2 പുതിയ ദേവീസ്തുതികൾ കൂടി അമ്മയ്ക്കായി കുത്തിയോട്ട ആചാര്യൻ വിജയരാഘവ കുറുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. 9 കുത്തിയോട്ടമാണ് ഭഗവതിക്ക്. ഇത് 9ാമത്തെ കുത്തിയോട്ടമാണ്. ചെട്ടിക്കുളങ്ങര ഒരാളിനും ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. അപ്പം ഞാനിത് 4ാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ വീണ്ടും ദേവിയുടെ വിളക്ക് കൊളുത്താൻ കഴിയുക, അതിന് അവർ ഭഗവതിക്ക് ആ വഴിപാട് സമർപ്പിക്കുക, എല്ലാം കൊണ്ടും സുഹൃതം, അല്ലാതെ എന്ത് പറയാനാണ്. തീർച്ചയായിട്ടും 2 പാട്ടുണ്ട്. ഒരു പാട്ട് ഞാൻ പാടിക്കഴിഞ്ഞു. എല്ലാ വർഷവും ദേവിക്ക് പാട്ടുകൾ സമർപ്പിക്കാറുണ്ട്. അതൊരു വഴിപാട് പോലെയാണ്. സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട 100 കണക്കിന് ആളുകളാണ് കുത്തിയോട്ടത്തിൽ പങ്കാളികളാകാൻ പാലാഴിയിലേക്ക് എത്തുന്നത്. ഒരു നാടാകെ ഒരുപോലെ സർവ മതസ്ഥരും സർവ മനുഷ്യരും എല്ലാവരും ഒരു ഉത്സവത്തിൻ്റെ ഛായയിൽ അക്ഷരാർത്ഥത്തിൽ ഉത്സവത്തോടുകൂടി ആഘോഷിക്കപ്പെടുകയാണ്. ഈ കുത്തിയോട്ട വഴിപാട് മനുഷ്യൻ്റെ എല്ലാ നന്മകളെയും ഉണർത്തുകയും അതുപോലെ തിന്മകളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷിച്ചെടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭക്തി നിർഭരമായ വഴിപാടാണ്. നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒഴുകി, ഒരു പ്രവാഹം പോലെ ഒഴുകി ഈ വഴിപാട് സ്ഥലത്തേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളും, എല്ലാ മനുഷ്യരും ഇതിന്റെ ഭാഗമായി മാറിത്തീരുന്ന ഭക്തിസാന്ദ്രമായ ആവേശനിർഭരമായ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇവിടേക്കെത്തുന്ന ഭക്തർക്ക് മുഴുവൻ സമയവും പ്രസാദ വിതരണം ഒരുക്കിയിട്ടുണ്ട്. ദേശീയപാതയിൽ കരുവറ്റ ആശ്രമം ജംഗ്ഷൻ മുതൽ പാലാഴി വീട് വരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് എല്ലാ വീട്ടുകാരും കുത്തിയോട്ട നാളുകളിൽ വ്രതാനുഷ്ഠാനങ്ങളോടെ ചെട്ടിക്കുളങ്ങരയമ്മയെ വരവേൽക്കാനുള്ള പ്രാർത്ഥനയോടുള്ള കാത്തിരിപ്പിലാണ്.
ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.